لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي نبينا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أحبتي في الله أوصيكم بما وصى الله به الأولين والآخرين وقال تعالى ولقد وصينا الذين أوتوا الكتاب من قبلكم وإياكم أن اتقوا الله واتقوا الله بالسر والعلانية. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, ഓരോ മുസ്ലിമും തന്റെ ഇസ്ലാമിക ജീവിതത്തിൽ ഏതൊരു വിഷയത്തിലും റോൾ മോഡലായി മാതൃകയായി സ്വീകരിക്കുന്നത് ഖാതമുൻ നബിയ്യീൻ അന്തിമ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യയാണ്. അവിടുത്തെ ജീവിതചര്യയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തിയത് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അല്ലാഹുവിന്റെ ദൂതരിൽ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട്. ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറ, അല്ലാഹുവിനെ ആഗ്രഹിക്കുന്ന, ആഖിറത്തിനെ ഉദ്ദേശിക്കുന്ന, സൽക്കർമ്മങ്ങൾ ചെയ്ത് അല്ലാഹുവിനെ ഏറെ ദിക്ർ ചെയ്യുന്ന, സ്മരിക്കുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ ദൂതരിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമമായ മാതൃകയുണ്ട്. അവിടുത്തെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്, കൃത്യമാണ്, വ്യക്തമാണ്, ഒന്നും ഹൈഡാക്കി വെക്കേണ്ടതായി ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജീവിതം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുക എന്നതാണ് നമ്മളൊക്കെ ഏതൊരു രംഗത്തും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിന് മാതൃകയായി ജീവിച്ചു. കൃത്യമായി അവിടുത്തെ ജീവിതവും ജനങ്ങളോട്, സമൂഹത്തോട്, അയൽവാസികളോട്, മക്കളോട്, ഇണകളോട് ഒരു നേതാവായി, ഒരു ഭർത്താവായി, ഒരു നല്ല പിതാവായി, ഒരു നല്ല ലീഡറായി എല്ലാ രംഗത്തും കൃത്യമായ വ്യക്തമായ ജീവിതം നയിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുക. അതിൽ തന്നെ നമ്മളൊക്കെ ഏറെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയായിരുന്നു അവിടുത്തെ ദാമ്പത്യ ജീവിതം, അവിടുത്തെ കുടുംബത്തോട്, അതായത് ഇണകളോട്, അവിടുത്തെ വൈഫുമാരോട് എങ്ങനെ വർദ്ധിച്ചിരുന്നു എന്നത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ ഉണർത്തുന്നത് വഅശൂറുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട്, ഇണകളോട്, വൈഫുമാരോട് ഏറ്റവും മാന്യമായ നല്ല രൂപത്തിലാണ് വർദ്ധിക്കേണ്ടത്. അവരങ്ങനെ ചെയ്യട്ടെ. സ്വഭാവത്തിലും പെരുമാറ്റത്തിലും വ്യക്തിത്വത്തിലും എല്ലാം നമ്മൾ സൊസൈറ്റിയിൽ, സമൂഹത്തിൽ എങ്ങനെയാണോ നല്ല രൂപത്തിലാവാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ എങ്കിൽ അതേപോലെ തന്നെയായിരിക്കും നമ്മുടെ വീട്ടിലും കുടുംബത്തിലും എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി ഖിയാറുക്കും ലിഅഹ്ലിഹി അന ഖൈറുക്കും ലിഅഹ്ലി, നിങ്ങളിൽ നല്ല ആളുകൾ നിങ്ങളുടെ ഫാമിലിയോട്, നിങ്ങളുടെ വൈഫുമാരോട്, ഇണകളോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കുന്നവരാണ്. ഞാൻ എന്റെ ഫാമിലിയോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അഹ്മദുൽ ഈമാന
അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനഹും ഖുലുഖ, സത്യവിശ്വാസികളുടെ ഈമാൻ പൂർണ്ണമാകുന്നത് അവരുടെ സ്വഭാവം നന്നാകുമ്പോഴാണ്. ഖിയാറുക്കും ലിനിസാഇക്കും, നിങ്ങളിൽ നല്ലവർ നിങ്ങളുടെ വൈഫുമാരുടെ ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കുന്നവരാണ്. നോക്കൂ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടുത്തെ ജീവിതത്തിൽ 11ഓളം ഭാര്യമാരുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഖദീജ ബിൻത് ഖുബൈലിദ് അൽ അസ്ദിയ അൽ ഖുറശിയ, സൗദ ബിൻത് സമഅ അൽ ആമിരിയ, ആയിഷ ബിൻത് അബീ ബക്കർ التيمية، حفصة بنت عمر العدوية، أم سلمة هند بنت أبي أمية المخزومية، അതേപോലെ തന്നെ സൈനബ് ബിൻത് ഖുസൈമ അൽ ഹിലാലിയ, സൈനബ് ബിൻത് ജഹ്ഷ് അൽ അസ്ദിയ, ജുവൈരിയ ബിൻത് ഹാരിസ് അൽ മുസ്തഖിയ, ഉമ്മു ഹബീബ റംല ബിൻത് അബി സുഫിയാൻ അൽ അമവിയ, സഫിയ ബിൻത് ഹുയൈ അൻ-നദീരിയ, മൈമൂന ബിൻത് ഹാരിസ് അൽ ഹിലാലിയ, ഇങ്ങനെ തുടങ്ങി 11ഓളം ഭാര്യമാർ അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് 2 ഇണകൾ ഈ ലോകത്ത് നിന്ന് വഫാത്തായി. ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു തആല അൻഹയും അതുപോലെ തന്നെ സൈനബ് ബിൻത് ഖുസൈമ റളിയല്ലാഹു തആല അൻഹയും. തുടർന്ന് 9ഓളം ഇണകളുമായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതം നയിച്ച ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ എപ്രകാരമായിരുന്നു അവിടുത്തെ ഇണകളോട് വർത്തിച്ചത് എന്ന് കൃത്യമായി ഹദീസുകളിൽ നമുക്ക് വ്യക്തമാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യയിൽ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സല്ല സുബ്ഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹി നിസ്കരിച്ചാൽ ജലസ ഫീ മുസല്ലാഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മുസല്ലയിൽ ഇരിക്കും. ജനങ്ങളും അവിടെ ഇരുന്നുകൊണ്ട് ആളുകൾക്ക് വല്ല മസലയും ചോദിക്കാനും അറിയാറുണ്ടെങ്കിൽ അവിടുന്ന് ചോദിച്ചു പഠിക്കും. സൂര്യൻ ഉദിക്കുന്നത് വരെ, സൺറൈസ് വരെ അവിടെ പള്ളിയിരിക്കും. എന്നിട്ട് എന്നിട്ട് അവിടുത്തെ ഇണകളുടെ അടുക്കലേക്ക് പ്രവേശിക്കും. അവർക്ക് സലാം ചൊല്ലും, അവർക്ക് വേണ്ടി ദുആ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദിനചര്യയിലെ ഓരോ നാളിലെയും കാര്യങ്ങൾ വിശദീകരിക്കുന്നിടത്ത് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു തആല അൻഹ, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ആയിഷ ബീവി പറയുന്നു, കാന ഇദാ ഇൻസറഫ മിനൽ അസ്ർ, അസ്ർ നമസ്കാരം കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല അലാ നിസാഇ, തന്റെ വൈഫുമാരുടെ അടുക്കലേക്ക് പ്രവേശിക്കും. ഫയദിനു മിൻ ഇഹ്ദാഹുന്ന, അവരോട് ഓരോരുത്തരോടും അടുത്ത് നിൽക്കുന്നതാണ് എന്ന്. നോക്കൂ സഹോദരങ്ങളെ, ഏറ്റവും മാന്യമായി നല്ല സ്വഭാവത്തിൽ സ്നേഹത്തിലും പിരിശത്തിലും വർദ്ധിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നു ഹജർ അസ്സലാനി റഹിമഹുല്ലാഹു പറയുന്നു, അല്ലദീ കാന യഫഅലുഹു അവ്വലൻ നഹാരി സലാമുൻ വദുആഉ മഹദ്, ഓരോ ഡേയിലെയും സുബഹിയിൽ സലാം ചൊല്ലും, അവർക്ക് വേണ്ടി ദുആ ചെയ്യും, അത്രമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ വല്ലദീ ഫീ ആഖിരി, ഈ അസ്ർ കഴിഞ്ഞിട്ടുള്ള സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഅഹു ജുലൂസുൻ വമുഹാദസത്തുൻ മുസ്തഹദിസത്തുൻ, വളരെ സ്നേഹത്തോടെ പിരിശത്തോടെ സംസാരിച്ചിരിക്കാറുണ്ടായിരുന്നു ഇണകളോട്. ഇന്ന് സഹോദരങ്ങളെ പലർക്കും ഇല്ലാതെ പോകുന്നതും അതാണ്. ഭയങ്കര ബിസിയായിക്കൊണ്ട് ജീവിതത്തിൽ ബിസിയായി സ്വന്തം വൈഫുമാരോട് കൂടെയിരിക്കാൻ, അവരോടൊന്ന് സല്ലപിക്കാൻ, സംസാരിക്കാൻ, അവരോട് ഇറങ്ങാൻ പലർക്കും ടൈം കിട്ടാറില്ല. ഏറ്റവും കൂടുതൽ ബിസി ഉണ്ടായിരുന്ന ഏത് ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ 9 ഇണകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ നാളും ഓരോ ഇണകൾക്ക് വേണ്ടി ഷെയർ ചെയ്തിരുന്നു നാളുകൾ. അങ്ങനെ തന്നെ അവരെല്ലാവരും ഒരുമിച്ച് കൂടും. ഇന്ന് ആരുടെ വീട്ടിലാണോ, ആയിഷയുടെ വീട്ടിലാണെങ്കിൽ എല്ലാ ഭാര്യമാരും ഇണകളും അവിടെ വരും. എന്നിട്ട് അവർ ഒന്നിച്ച് ഭക്ഷണം കഴിക്കും, അതിന് സംസാരിക്കും. അങ്ങനെ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് ഒരിക്കൽ സൈനബ് റളിയല്ലാഹു തആല കടന്നു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അദ്ദേഹത്തിന്റെ കൈ ഇങ്ങനെ നീട്ടി. അപ്പൊ ആയിഷ ബീവി പറഞ്ഞു, അത് സൈനബ്, ഇന്ന് എന്റെ ദിവസമാണ്. അങ്ങനെ അവർ സംസാരിക്കുകയും പരസ്പരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഇങ്ങനെ വെച്ചു. ഇങ്ങനെ ഓരോ സന്ദർഭത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടൊത്ത് ചേർന്ന് നിൽക്കുകയും സംസാരിക്കുകയും ചെയ്ത സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അവരോട് സലാം അലൈക്കും, അസ്സലാമു അലൈക്കും അഹ്ലൽ ബൈത്ത് വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എത്രത്തോളം സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹയെ നിക്കാഹ് ചെയ്തതിലാണ് ഏറ്റവും കൂടുതലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലീമ നൽകിയത്. അന്ന് ഖുബൂസും ഇറച്ചിയും ഉണ്ടായിരുന്നു എന്ന്. ആ സമയത്ത് ആളുകൾ അവിടെ ഭക്ഷണം കഴിച്ചു പോകുന്നില്ല. ആ ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ എല്ലാ ഇണകളുടെയും അടുക്കിലേക്ക് പോയി അസ്സലാമു അലൈക്കും അഹ്ലൽ ബൈത്ത്,
അല്ലയോ വീട്ടുകാരെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ. വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അവരും സലാം അടക്കുന്നു. കൈഫ വജദ്ത അഹ്ലൻ, എങ്ങനെയുണ്ട് പുതിയ ഇണ എന്ന് ചോദിക്കുന്നു അവരോരോരുത്തരും. ബറകല്ലാഹു ലക്, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ബറക്കത്ത് ഉണ്ടാവട്ടെ. സഹോദരങ്ങളെ, ഇന്ന് പലരും സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ തന്റെ ഭാര്യയോട്, വൈഫിനോട് സലാം പറയാൻ, കൈപിടിച്ച് സലാം പറയാൻ പോലും പലരും മടിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നത്. അതേപോലെ തന്നെ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം വർദ്ധിച്ചത് ഖദീജ റളിയല്ലാഹു തആല അൻഹയാണ്. അവിടുത്തെ ആ ജീവിതം, അവരോടൊത്തുള്ള ജീവിതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ സ്മരിക്കുകയും ഓർക്കുകയും ചെയ്യാറുണ്ട്. ഖദീജ റളിയല്ലാഹു തആല അൻഹയെ നിക്കാഹ് ചെയ്തതിൽ പിന്നെ 38 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു. അതിൽ 25 വർഷക്കാലവും ഖദീജ റളിയല്ലാഹു തആല അൻഹയോടൊപ്പമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്. അവർ വഫാത്താകുന്നത് വരെ വേറെ നിക്കാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നില്ല എന്ന് കാണാൻ സാധിക്കും. അവരെ വാഴ്ത്തുകയും അവരെ കുറിച്ച് സംസാരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ പുകഴ്ത്തി പറയാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മടിയും ഉണ്ടാവാറില്ല, നബി ടയേർഡ് ആവാറില്ല. അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടാറുണ്ട്. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ എത്രത്തോളം ഞങ്ങൾ പറഞ്ഞു, അല്ല ഭൂമിയിൽ വേറെ പെണ്ണില്ലേ ഖദീജ അല്ലാതെ എന്നൊക്കെ ഞങ്ങൾ പറയുമാറ്. അതല്ല, ആ കവിളൊട്ടിയ ആ ഖുറൈശികളിലെ പ്രായമായ ആ പെണ്ണിനെ കുറിച്ചാണ് നിങ്ങൾ ഇത്ര പറയുന്നത് എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വല്ലാഹി ലഖദ് ആമൻതു ബിഹി ഇദ് കഫറ ബിഹി നാസു, ആളുകളെല്ലാം എന്നെ നിഷേധിച്ചപ്പോൾ, കളവാക്കിയപ്പോൾ എന്നെ വിശ്വസിച്ചവളാണ് ഖദീജ. വസദ്ദഖത്നി ഇദ് കദബ നാസ്, ആളുകളൊക്കെ എന്നെ കളവാക്കിയപ്പോൾ എന്നെ സത്യപ്പെടുത്തിയവളാണ് ഖദീജ. വറുസിഖത് മിന്നിൽ വലദ ഇദ് ഹുരിമത് മിന്നി, എനിക്ക് മക്കളെ നൽകിയത് അവരിൽ നിന്നാണ് മക്കളെ കിട്ടിയത്. ആയിഷ ബീവി പറയുന്നുണ്ട്, അല്ല നബിയെ, എന്തിനാണ് നിങ്ങൾ ഇത്ര അവരെ കുറിച്ച് ഓർക്കുന്നത്? അത് അബ്ദലക്കല്ലാഹു ഖൈറൻ മിൻഹാ, അവരെക്കാളും ഖൈറായ നിങ്ങൾക്ക് അല്ലാഹു പകരം നൽകിയിട്ടില്ലേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം തുടുത്തു ചുവന്നു. ഇത്രത്തോളം വഹി വരുമ്പോഴോ അല്ലെങ്കിൽ വല്ല മഴക്കാലം വരുമ്പോഴോ അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം അങ്ങനെ ചേഞ്ച് ആവുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഖദീജയെ കുറിച്ച് അങ്ങനെ ചൊല്ലിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ചേഞ്ചായി, വർണ്ണം ചേഞ്ചായി. എന്നിട്ട് പറയുന്നു, മാ അബ്ദലനി അല്ലാഹു അസ്സ വജല്ല ഖൈറൻ മിനാ, ഖദീജയെക്കാളും ഖൈറായ ഒരാളെയും എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല. അവർ ഇത്രത്തോളം അവർ അങ്ങനെയായിരുന്നു, ഇപ്രകാരമായിരുന്നു. അവർക്ക് അവരുടെ ഇഷ്ടം എനിക്ക് എന്റെ മനസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്രകാരം വിട്ടു തന്നിട്ടുണ്ട്. ഇത് ഹറമനിയന്നാസു, ആളുകളെല്ലാവരും എനിക്ക് തടസ്സം നിന്നപ്പോൾ അവരുടെ സ്വത്ത് കൊണ്ടും ഈ ജീവിതം കൊണ്ടുമെല്ലാം എന്റെ കൂടെ നിന്നവരാണ് ഖദീജ റളിയല്ലാഹു തആല അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാ മക്കളും ഉണ്ടായത് ഖദീജ ബീവിയിലാണ്. സൈനബ്, റുഖയ്യ, ഉമ്മു കുൽസൂം, ഫാത്തിമ, 4 പെൺമക്കളും, അതുപോലെ തന്നെ പിന്നെ അബ്ദുള്ള, ഖാസിം എന്നീ 2 മക്കളും. ഇബ്രാഹിം എന്നത് അത് മാരിയത്തുൽ ഖിബ്തിയ എന്ന അടിമ സ്ത്രീയിലാണ്. ബാക്കി എല്ലാ മക്കളും അവർക്ക് തന്നെ മരണപ്പെട്ടു പോയി. ബാക്കി എല്ലാ മക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയിട്ടുള്ളത് ഖദീജ ബീവിയിലാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, അവർ അങ്ങനെയായിരുന്നു. അത്രത്തോളം അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി ലഭിച്ച് ജിബ്രീൽ വന്ന് പേടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വരുന്നു. സമ്മിലൂനി യാ ഖദീജ, സമ്മിലൂനി യാ ഖദീജ. നമ്മൾ കേട്ട സംഭവങ്ങളാണ് അതൊക്കെ. എന്നെ പുതപ്പിട്ട് മൂടൂ ഖദീജ എന്ന് ചൊല്ലിക്കൊണ്ട് വീട്ടിലേക്ക് വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുന്ന, സമാധാനിപ്പിക്കുന്ന രംഗം നമുക്ക് ഹദീസുകളിൽ കാണാം. കല്ലാ വല്ലാഹി ലാ യുഖ്സിക അല്ലാഹു അബദാ, നിങ്ങൾ അല്ലാഹുവാണ് സത്യം, നിങ്ങളെ ഒരിക്കലും ദുഃഖിക്കേണ്ടതില്ല. ഇന്നക ലതസിലുർ റഹീം വതഹ്മിലുൽ കല്ല വതുഈനു അലാ നവായിബിൽ ഹഖ്, നിങ്ങൾ സത്യസന്ധരാണ്, പാവങ്ങളെ സഹായിക്കുന്നവരാണ്. വതഖലു ദൈഫ, ഗസ്റ്റുകളെ സ്വീകരിക്കുന്നവരാണ്, കുടുംബക്കാരെ ആദരിക്കുന്നവരാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചൊല്ലിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിക്കുന്നു, ആശ്വസിപ്പിക്കുന്നു. എല്ലാം കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താങ്ങും തണലുമായി നിന്നവരായിരുന്നു ഖദീജ റളിയല്ലാഹു തആല അൻഹ. അതുകൊണ്ട് തന്നെ അവരോടുള്ള ആ ഒരു പിരിശം, ആ ഒരു ഇഷ്ടം അവരുടെ വഫാത്തിന് ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർക്കാറുണ്ടായിരുന്നു. വറുബ്ബമാ ദബഹ ശാത്ത, എപ്പോഴെങ്കിലും ഒരാടിനെ അറുക്കുകയാണെങ്കിൽ ഖദീജയുടെ കൂട്ടുകാരികൾക്ക് കൊണ്ടുകൊടുക്കാറുണ്ടായിരുന്നു. അർസലു ബിഹാ ഇലാ ഫുലാന, നിങ്ങൾ ഇത് ഇദ്ഹബു ബിഹി ഇലാ ഫുലാന. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വറുബ്ബമാ ദബഹ ശാത്ത വയുഗസ്സിറുഹാ അഅ്ളാൻ,
ആട് നടക്കുകയാണെങ്കിൽ പീസ് പീസാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും ഇത് ഇന്ന പെണ്ണിന് കൊണ്ടേ കൊടുക്കണം, ഇത് ഇന്ന പെണ്ണിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുക്കണം. കാനത്ത് സദീഖത്തു ഖദീജ, അവൾ ഖദീജയുടെ ഫ്രണ്ടായിരുന്നു, കൂട്ടുകാരിയായിരുന്നു. കാനത്ത് തുഹിബ്ബു ഖദീജ, അവൾ ഖദീജയെ ഇഷ്ടപ്പെടുമായിരുന്നു എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലാറുണ്ടായിരുന്നു. സഹോദരങ്ങളെ, അത്രത്തോളം അവരുമായിട്ടുള്ള ബന്ധം ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവത്തിൽപ്പെട്ടതാണ് അന്നഹു ജമീലുൽ ഐശ്വ ദാഇമുൽ ബിശ്ർ, എപ്പോഴും ശാന്തനായി പുഞ്ചിരിക്കുന്നവരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തോടൊപ്പം യുദാഇഉ അഹ്ലഹു, വീട്ടുകാരോടൊപ്പം ഇരുന്ന് തന്റെ ഇണകളോടൊപ്പം ഇരുന്ന് കളിക്കുകയും സല്ലപിക്കുകയും ചിരിക്കുകയും ചെയ്യുന്ന ആ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അവരോട് വളരെ സോഫ്റ്റ് ആയിക്കൊണ്ട് വളരെ കാരുണ്യത്തോടുകൂടി വർദ്ധിച്ചിരുന്നു, അവർക്ക് വേണ്ടി നൽകിയിരുന്നു എന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതെ, എല്ലാ ഇണകളും ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടുമ്പോഴെന്ന് ഭക്ഷണം കഴിക്കും, അതുപോലെ തന്നെ എന്നിട്ട് അവരുടെ ഉജകളിലേക്ക് പിരിഞ്ഞു പോകാറുണ്ട് എന്നതൊക്കെ സഹോദരങ്ങളെ കാണാൻ സാധിക്കും. മാത്രമല്ല ചില ഹദീസുകളൊക്കെ അഹ്കാമുൽ അഹാദീസ് എന്ന് പറയുന്ന ചില ഹദീസുകൾ എന്താണ് ഫിഖ്ഹിന്റെ ചില മസലകൾ മനസ്സിലാക്കുന്ന ഹദീസുകൾ, അതിലൊക്കെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വൈഫുമാരോട് എങ്ങനെ വർത്തിച്ചു എന്നത് നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെ? ഒന്ന്, ആയിഷ റളിയല്ലാഹു തആല ചൊല്ലുന്നു, കാന യുഖബ്ബിറു ബഅദ അസ്വാജി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഇണകളെ വൈഫുമാരെ ചുംബിക്കാറുണ്ട്, അവർക്ക് മുത്തം കൊടുക്കാറുണ്ട്, കിസ് കൊടുക്കാറുണ്ട്. തുമ്മ യുസല്ലി വലാ യതവദ്ദ, എന്നിട്ട് നിസ്കരിക്കാൻ വേണ്ടി പോകും, വുളൂ ചെയ്യാറില്ല. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. രാത്രി നമസ്കാരത്തിന്റെ സമയത്ത് ആയിഷ റളിയല്ലാഹു തആല ചൊല്ലും, ഞാൻ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയായിരിക്കും. നബി സുജൂദ് ചെയ്യുമ്പോൾ എന്റെ കാലിൽ ഇങ്ങനെ നുള്ളും, ഇങ്ങനെ പിച്ചും, അപ്പൊ ഞാൻ എന്റെ കാല് വലിക്കും. പിന്നെ നബി തലയുയർത്തിയാൽ പിന്നെയും ഞാൻ എന്റെ കാല് കിട്ടും. അന്നാണെങ്കിൽ വീടുകളിൽ വെളിച്ചമുണ്ടായിരുന്നില്ല, വിളക്കുണ്ടായിരുന്നില്ല. അപ്പൊ സഹോദരങ്ങൾ, അവിടെ ഒന്നും എന്തില്ല, വൈദ്യുതി തൊട്ടാൽ പോയി എന്നുള്ള ഒരു മസല ഈ ഹദീസ് ഗ്രന്ഥങ്ങളിലോ അല്ലെങ്കിൽ ഈ ഇത് റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹാബിമാരോ താബിമാരോ ആരും ചർച്ച ചെയ്തതായി നമുക്ക് കാണാൻ സാധ്യമല്ല. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സലാം പറയും, അവർക്ക് കൈ കൊടുക്കും, അവരെ കിസ് ചെയ്യും, എന്നിട്ട് വുളൂ ചെയ്യാതെ തന്നെ പള്ളിയിലേക്ക് പോകാറുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിപ്പോർട്ട് ചെയ്തു. അദ്ദേഹം പറയുന്നു, ചില ഇണകളെ ചുംബിക്കാറുണ്ടായിരുന്നു, എന്നിട്ട് നിസ്കാരത്തിന് വേണ്ടി പുറപ്പെടും, വുളൂ ചെയ്യില്ല. അപ്പൊ വുളൂ പറയുന്നു, അത് നിങ്ങളെ ആയിരിക്കുമല്ലേ എന്ന് ആയിഷ ബീവിയോട് പറയുമ്പോൾ അവർ ചിരിക്കുകയാണ്. സഹോദരങ്ങളെ നോക്കൂ, അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഒന്നിച്ചിരുന്നുകൊണ്ട് ഹൈദുള്ള സന്ദർഭത്തിൽ പോലും അവരുടെ കൂടെ ഇരിക്കുകയും അവരുടെ മടിയിൽ തലവെച്ചുകൊണ്ട് കിടക്കുകയും ചെയ്യുന്ന ആയിഷ റളിയല്ലാഹു തആല ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഹൈദായിരിക്കെ മെൻസസ്സുള്ള സമയത്ത് ഞാൻ എന്തെങ്കിലും പാനീയങ്ങൾ കുടിക്കും. പിന്നെ ഞാനത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകും. ഞാൻ എവിടെയാണോ എന്റെ വായ വെച്ചത് ആ പാത്രത്തിന്റെ അവിടെ തന്നെ വായ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിക്കാറുണ്ട്. എന്തെങ്കിലും ഇറച്ചി കഷ്ണം ഞാൻ കഴിക്കുന്നു, എന്നിട്ട് ആ ബീച്ചിൽ നിന്ന് ഞാൻ എവിടെയാണോ കഴിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായ വെക്കും. ഞാൻ വായ വെച്ചത്. നോക്കൂ സഹോദരങ്ങളെ, അത്രത്തോളം ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരവസ്ഥ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാമ്പത്യ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ്. ഒരുമിച്ച് ഒരേ പാത്രത്തിൽ വെച്ച് അവര് കുടിക്കാറുണ്ട് എന്ന്, ഒരു പാത്രത്തിൽ നിന്ന് തണ്ണിയെടുത്തുകൊണ്ട് അവർ കുടിക്കാറുണ്ട് എന്ന് ആയിഷ റളിയല്ലാഹു തആല കുറിച്ച് അന വന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനാഇൻ വാഹിദ് മിൻ ഖദഹിൻ യുഖാൽ ലഹു ഫറം, ആ ഒരു തണ്ണിയുടെ പാത്രം, അതിൽ നിന്ന് തണ്ണി കോരിയെടുത്തിട്ട് രണ്ടുപേരും ജനാബത്ത് കുടിക്കുന്ന ആ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അത്രത്തോളം ആ ഒരു ഇണകളോട് വൈഫുമാരോട് ചേർന്ന് നിന്നിരുന്നു എന്ന കാര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ ഹൈദുള്ള സമയത്ത്, മെൻസസ്സുള്ള സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ മടിയിൽ ചാരിയിരിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണം ചെയ്യാറുണ്ട്. വഫാത്താവുന്ന സമയത്ത് പോലും എന്റെ നാളിലാണ് എന്റെ നെഞ്ചിൽ കിടന്നുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറഞ്ഞത്. അതേപോലെ തന്നെ എന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഉമിനീര് തുപ്പുനീര് ഒന്നിച്ച് ചേർത്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ
അവിടുത്തെ റൂഹ് പിടിച്ചെടുത്തത് എന്ന് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഒരു മനുഷ്യന് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഒരു ബ്രഷ് ഉപയോഗിച്ച് അത് വേറൊരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാരാണ്? അത് സ്വന്തം ഇണകളാണ്, സ്വന്തം ഭാര്യമാരാണ്. അത്രത്തോളം അടുത്ത് നിൽക്കുന്നതാണ്. മരിക്കാൻ കിടക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അബ്ദുറഹ്മാൻ പിന്നെ അബീ ബക്കർ അദ്ദേഹം കയറി വരുന്നു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൃഷ്ടിയിൽ നിന്ന്, നബിയുടെ മുഖത്ത് തന്നെ ആയിഷ റളിയല്ലാഹു തആല മനസ്സിലാക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിവാക്ക് പല്ല് തേക്കണം എന്നത് ആശയമുണ്ട്. അപ്പൊ അതാണ് ഒരു ഇണ, ഒരു വൈഫ്, അത് ഹസ്ബൻഡിന്റെ മുഖത്ത് നിന്ന് അവരുടെ അവസ്ഥ, അവരുടെ വികാരം എന്താണെന്ന് മനസ്സിലാക്കുന്ന ആ ഒരു ഫീലിംഗ്, ആ ഇമോഷനിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു അവസ്ഥ അത്രത്തോളം ഉണ്ടായിരുന്നത്, അത്രത്തോളം ആത്മബന്ധമാണ് ഇണകളുമായി ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല അവരോടൊപ്പം അവരെ ആശ്വസിപ്പിക്കുന്നു, സമാധാനിപ്പിക്കുന്നു. മറ്റൊരു സംഭവം കാണാൻ സാധിക്കും. സഫിയ ബിൻത് ഹുയൈ, അവരുടെ കുടുംബങ്ങളൊന്നും അവിടെ ഇല്ല. ഹസ്ബൻഡ് മരിച്ച് വാപ്പ മരിച്ചവരെ യഹൂദിയിൽ നിന്നായിരുന്നു. അങ്ങനെ അവർ ഇസ്ലാമിലേക്ക് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ നിക്കാഹ് ചെയ്യുന്നത്. അങ്ങനെ ഒരിക്കൽ ഹഫ്സ റളിയല്ലാഹു തആല അൻഹ, അതായത് ഉമർ റളിയല്ലാഹു അൻഹു, ഹഫ്സ റളിയല്ലാഹു തആല അൻഹ അവരൊരിക്കൽ ബിൻതു യഹൂദി എന്ന് സഫിയ ബിവിയെ കുറിച്ച് പറയുകയുണ്ടായി. അവർക്ക് വളരെ വേദനയുണ്ടാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരിങ്ങനെ കരയുന്ന സമയത്ത് വന്നിട്ട് പറഞ്ഞു, വഇന്നക ലബ്നതു നബിയ്യിൻ, നിങ്ങൾ ഒരു നബിയുടെ മകളാണ്. വഇന്ന അമ്മക ലനബിയ്യൻ, നിങ്ങളുടെ ഒരു അങ്കിൾ അവരെ നബിയാണ്. വഇന്നക ലനബിയ്യൻ, നിങ്ങൾ ഒരു നബിയുടെ ഭാര്യയാണ്, ഇണയാണ്. നോക്കൂ സഹോദരങ്ങളെ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ഒരു പരമ്പരയിലാണ്, അവിടുത്തെ മകളായിക്കൊണ്ടാണ് വന്നിട്ടുള്ളത് ആ പരമ്പര. അതുപോലെ തന്നെ ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ സഹോദരനാണ്. അതേപോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇണയാണ്. അപ്പൊ ഇത് തന്നെ നിങ്ങൾക്ക് വലിയ ഫഖറല്ലേ, മറ്റുള്ളവർക്ക് ഇല്ലാത്തത്ര സ്ഥാനം നിങ്ങൾക്കുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വസിക്കുന്നു. മാത്രമല്ല, ഒരു സഫറിൽ യാത്ര പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ കൊണ്ടുപോകാറുണ്ട്. നറുക്കെട്ട് കൊണ്ട് ടോസ്റ്റ് ആരെയാണോ ഇന്ന് കൂടെ കൂട്ടുന്നത് അവരുമായിട്ടുണ്ട്. ഒരിക്കലേ അവരെല്ലാവരും കൂടി യാത്ര പോകുന്ന, എല്ലാ ഫാമിലി ആയിട്ട് എല്ലാ ഇടങ്ങളെയും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോകുന്നു. അപ്പൊ സഫിയ ബീവിക്ക് അവർക്കുണ്ടായിരുന്ന ഒട്ടക വാഹനം അത് സ്ലോ ആയിരുന്നു. ആ സമയത്ത് അവർക്ക് ബാക്കിലായി. അപ്പൊ അവരിങ്ങനെ വലിയ ചെറുക്കി അവർ കരയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവർ അവർ പറഞ്ഞു, ഹമലത്തിനി അലാ ബഈരിൻ ബഖീ, എനിക്കിങ്ങനെ സ്ലോ ആയിട്ടുള്ള ഒരു ഒട്ടകത്തെയാണല്ലോ തന്നത്. ആ ഒരു വിഷമം പ്രകടിപ്പിക്കും. സാധാരണ പെണ്ണുങ്ങളാകുമ്പോ അങ്ങനെ ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വസിപ്പിക്കുന്നു. വജഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യംസഹു ബിയദൈഹി ഐനൈഹാ വയസ്ഖിതുഹാ. അവർക്ക് ചൊല്ലിയിട്ട്, സഫിയ ബീവി, എനിക്ക് ഈ ഒരു സ്ലോ ആയിട്ടുള്ള ഒട്ടകം, ഞാൻ എല്ലാവരും ബാക്കിലാണ്, എനിക്ക് ആകില്ലല്ലോ എന്നുള്ള ആ ഒരു പരാതിയിൽ സഫിയ റളിയല്ലാഹു തആല അൻഹ കണ്ണ് നിറഞ്ഞുകൊണ്ട് കണ്ണുനീരൊഴുക്കിയപ്പോ തന്റെ കൈകൾ കൊണ്ട് അവരുടെ കണ്ണുനീർ തുടച്ചു കൊടുക്കുന്നു. എന്ന് നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, ആർക്കാണെന്നതിനൊക്കെ സമയമുള്ളത് സ്വന്തം ഇണകളോട്. അവരൊന്ന് ചിലപ്പോൾ അത് മതിയാവും, അവരൊന്ന് സമാധാനിപ്പിക്കുക, അവരുടെ കണ്ണുനീർ തുടച്ചു കൊടുക്കുക. വേദന അനുഭവിക്കുന്ന സമയത്ത് അത് ചെയ്താൽ മതിയാവും. പക്ഷെ വേദന മാറിയില്ലെങ്കിലും നമ്മുടെ ആ ഒരു പെരുമാറ്റം, ഒരു ഹസ്ബൻഡ് ഒരു വൈഫിനോട് എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു, സമാധാനിപ്പിക്കുന്നു, സാന്ത്വനിപ്പിക്കുന്നു, അതവർക്ക് വലിയൊരു ആശ്വാസമാണ് എന്ന് തുടങ്ങിയ പാഠങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് കാണുവാൻ സാധിക്കും. ഇങ്ങനെ തുടങ്ങി സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അവിടുത്തെ ഇണകളോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വർദ്ധിച്ചതായ ധാരാളം സന്ദർഭങ്ങളിൽ ഈ മറ്റു സമുദായങ്ങളിൽ നിന്നൊക്കെ ആയതുള്ള സമയത്ത് മാറ്റി നിർത്താറാണ്. എന്താ, അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ പാടില്ല, അവരുടെ കൂടെ ഉറങ്ങാൻ പാടില്ല, അവർ വീട്ടിൽ തന്നെ മാറ്റി നിർത്തുന്ന അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് അവരുമായി ശാരീരിക ബന്ധം മാത്രം പാടില്ല, എന്നാൽ ബാക്കിയുള്ളതിനൊക്കെ അവരെ ചേർത്ത് നിർത്തണം എന്നുള്ളതാണ്. സ്വാഭാവികമായും പെണ്ണുങ്ങൾക്ക് അവരുടേതായ വീക്ക്നെസ്സുകൾ ഉണ്ടാവും, ദുർബലതകൾ ഉണ്ടാവും. ആണുങ്ങളെ പോലെയല്ല, പെണ്ണുങ്ങൾ അവരുടെ സോഫ്റ്റ് ആയിട്ടുള്ള അവരുടെ ഹൃദയവും അവരുടെ ശരീരമൊക്കെ അങ്ങനെ. അതുകൊണ്ട് തന്നെ അവരെ ആ നിലക്ക് അവരുടെ പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോൾ സമാധാനിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ആയിഷ റളിയല്ലാഹു തആല അൻഹ അവരെ തന്റെ സഹോദരി പ്രസവിച്ച സമയത്ത് കിടാവിനെ കൊണ്ട് അങ്ങോട്ട് വന്നു. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ അബ്ദുള്ളയെ കൊണ്ട് അങ്ങോട്ട് വന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പേരിട്ടു. ആ കിടാവിന് പേരിട്ടത് അബ്ദുള്ള. എന്നിട്ട് ഇതാരാണ്? ഇത് പിന്നെ തന്റെ സഹോദരിയുടെ മോനാണ്. അപ്പൊ ആയിഷ ബീവിയോട് പറഞ്ഞു, നിങ്ങൾ ഉമ്മു അബ്ദുല്ലയാണ്, അബ്ദുള്ളയുടെ ഉമ്മയാണ്, ഒരു കുഞ്ഞിയത്ത്, അങ്ങനെ ഒരു പേര് ഇട്ടുകൊടുക്കുകയുണ്ടായി. സഹോദരങ്ങളെ, ഇങ്ങനെ എല്ലാ സന്ദർഭത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട്
ഏറെ കൂടുതൽ അടുത്തു നിന്നിരുന്നു. അവരെയാണ് കന്യകയായ ഒരു ഭാര്യ മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നുള്ളൂ. 11 ഈ ഒരു ആയിഷ റളിയല്ലാഹു തആല മാത്രമാണ് കന്യകയായിക്കൊണ്ടുണ്ടായിരുന്നത്. ബാക്കി എല്ലാവരും എന്താണ് ഇസ്ലാമിനെ വിമർശിക്കുന്ന പല ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു ചരിത്രങ്ങൾ, നബിയുടെ വിവാഹങ്ങളും അവിടുത്തെ നിക്കാഹുകളും അവിടുത്തെ ഇണകളും സൈനബ് ബിൻത് ഹുസൈമ റളിയല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിക്കാഹ് ചെയ്യുന്നതിന് മുമ്പ് 2 പ്രാവശ്യം വിധവയായിട്ടുണ്ട് എന്നാണ്. ഖദീജ ബീവി തന്നെയും അപ്രകാരമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും നിക്കാഹ് മംഗളായതിനെ കുറിച്ച് ആക്ഷേപിച്ചു പറയും. എന്നാൽ ഇതിന്റെ ചരിത്രങ്ങളൊക്കെ ഒരു സ്ത്രീധർമ്മ അർത്ഥത്തിലല്ല, അല്ലാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരോടൊക്കെ വർത്തിച്ചു എന്ന് ഏതൊരു കോപത്തിലും അവരുടെ കൂടെ ആയിഷ ബീവിയെ വിളിച്ചിരുന്നത് തന്നെ എന്താ, യാ ആയിഷ് എന്നാണ്. പേര് ഫുള്ളായിട്ട് വിളിക്കുകയില്ല. പിന്നെയോ യാ ഹുമൈറ, ചില സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ ചുവന്ന പുഷ്പമേ, സ്വന്തം ഇണകളെ വിളിക്കാൻ സഹോദരങ്ങളെ ദാമ്പത്യ ജീവിതത്തിന്റെ മാധുര്യവും കുടുംബ ജീവിതത്തിന്റെ സന്തോഷവും ഒക്കെ അതിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അത് വേറെ ബന്ധങ്ങളിൽ നമുക്ക് അത് കാണാൻ സാധ്യമല്ല. ഈ ഒരു ബന്ധത്തിൽ മാത്രമേ അത് ഉണ്ടാവുകയുള്ളൂ യഥാർത്ഥത്തിൽ. പക്ഷേ മറ്റുള്ള ഈ സമൂഹത്തിൽ കാണുന്ന അഫയറുകളും മറ്റുമൊക്കെ എന്താ, അതെല്ലാം കുടുംബ ബന്ധത്തെ തകർക്കുന്ന അതിനേക്കാളുകൾക്ക് വലിയ പ്രശ്നമാണ്. പക്ഷേ സ്വന്തം വീട്ടിൽ വന്നാൽ കടിച്ചു കയറുന്ന ഒരു സിംഹത്തെ പോലെ, ഒരു പുലിയെ പോലെയൊക്കെയാണ് ആളുകൾ പലരും ഉണ്ടാവാറുള്ളത്. അങ്ങനെയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഇണകളോട് യാ ആയിഷ ഹാദാ ജിബ്രീൽ യുഖരിഉകി സലാം, ഇത് ജിബ്രീൽ നിങ്ങൾക്ക് സലാം ചൊല്ലിയിട്ടുണ്ട്. അപ്പോൾ ആയിഷ ബീവി പറയുന്നു അലൈഹി വഅലൈക സലാം, നബിയെ നിങ്ങൾക്കും അവർക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരിക്കൽ അബിസീനിയക്കാരായ ആളുകൾ പള്ളിയുടെ മുറ്റത്ത് വന്ന് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, യാ ഹുമൈറ, അല്ലയോ ചുവന്ന പുഷ്പമേ, അതുഹിബ്ബിന അൻ തൻദുരി ഇലൈഹി, അവരിലേക്ക് നോക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു. പ്രായം കൊണ്ട് ഏറ്റവും ഇളയവളായിരുന്നാല് ആയിഷ റളിയല്ലാഹു തആല. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു അവസ്ഥ മനസ്സിലാക്കി. അവർക്ക് കളിക്കാനൊരു കുതിരക്കുട്ടി ഉണ്ടായിരുന്നു, ഒരു കളിപ്പാവ ഉണ്ടായിരുന്നു, ഒരു ഡോൾ ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഹദീസുകൾ അവരോട് ആ രൂപത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വർത്തിച്ചത്. അപ്പൊ അത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടൊപ്പം ചേർന്ന് നിന്ന ചരിത്രങ്ങൾ സഹോദരങ്ങളെ നമുക്കേറെ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഇതിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊള്ളുക. വിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് ഉത്തമമായ മാതൃകയുണ്ട്. അപ്പൊ ആളുകൾ ചോദിക്കാനും പറയാറുള്ളത് സാധാരണ പെണ്ണുങ്ങളുടെ ബാധ്യതകൾ നിങ്ങൾ പറയുന്നു, പെണ്ണുങ്ങൾ അങ്ങനെയാവണം, ഹസ്ബൻഡിന് ഇങ്ങനെ ചെയ്യണം. എന്നാൽ ഒരു ഹസ്ബൻഡ് എങ്ങനെയായിരിക്കണം എന്നത് അതിന് കൃത്യമായ ഒരു ആൻസർ ആണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. നമ്മളത് പഠിക്കുകയും അത് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് നിർത്തുകയും ചെയ്യുക. നമ്മുടെ ഏറ്റവും ഉത്തമനും ഏറ്റവും നല്ലവരും ജനങ്ങളോടും പുറത്തുള്ള ആളുകളോടും ഫ്രണ്ട്സിനോടും ഒക്കെ നല്ലവരായി നിൽക്കുന്നവർ മാത്രമല്ല, അവരല്ല പിന്നെയോ സ്വന്തം കുടുംബത്തിൽ, സ്വന്തം വീട്ടിൽ സ്വന്തം ഇണയെ, സ്വന്തം വൈഫിനെ എത്രത്തോളം കെയർ ചെയ്യുകയും അവരെ സമാധാനിക്കുകയും കൂടെ നിൽക്കുകയും ചെയ്യുന്നുണ്ടോ, അവിടെയാണ് ഒരാളുടെ ഒരു പേഴ്സണാലിറ്റിയും ഒരാളുടെ നന്മയും വ്യക്തമാകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതല്ലാതെ സംസാരിച്ചാൽ ബാഡ് വേർഡ്സ് പറയുകയും ഇണയെ വൈഫിനെ ചീത്ത പറയുകയും അങ്ങനെ മോശമായ രൂപത്തിൽ പെരുമാറുന്ന ഒരവസ്ഥയല്ല ഉണ്ടാകുന്നത് എന്നതൊക്കെ ഈ ചരിത്രങ്ങൾ വായിച്ചു പോകുമ്പോൾ സഹോദരങ്ങളെ ഏറെ ഇനിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നബി അവിടുത്തെ ഇണകളോട് വർത്തിച്ച ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ആ ജീവിതം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നല്ല സ്വഭാവത്തിനുടമകളായി ഇണകളോടും കുടുംബത്തോടും മക്കളോടും എല്ലാം നല്ല രൂപത്തിൽ വർത്തിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് അലാ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين. أما بعد أيها الناس اتقوا الله عباد الله. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുടുംബ ജീവിതത്തിൽ വൈഫുമാരോട് എപ്രകാരം വർത്തിച്ചു എന്നതിന്റെ ഉദാഹരണങ്ങളാണ് നാം മനസ്സിലാക്കിയത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്നെ ചൊല്ലുന്നത്, മാ ضرب റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷൈഅൻ ഖത്തു ബിയദിഹി വലംറഅതൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെയും തന്റെ കൈകൊണ്ട് അടിച്ചിട്ടില്ല, ഒരു പെണ്ണിനെയും, വല ഖാദിമൻ, ഒരു ഖാദിമിനെയും, ഇല്ലാ യുജാഹിദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യുന്ന സന്ദർഭത്തിലല്ല. നോക്കൂ നിങ്ങൾ, പല രൂപത്തിലും പ്രയാസങ്ങളും ഉപദ്രവങ്ങളും
പല കഷ്ടപ്പാടുകളും ഏൽക്കേണ്ടി വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളോട് ഏറ്റവും നല്ല രൂപത്തിലാണ് വർത്തിച്ചത് എന്നതിന്റെ ഉദാഹരണമാണ്. എന്നാൽ നമ്മൾ സംസാരിച്ചാൽ വളരെയധികം മോശമായി രൂപത്തിൽ സംസാരിക്കുന്ന അവസ്ഥ, നമ്മിൽ നിന്ന് ബാഡ് വേർഡ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ മുസ്ലിം ഉമ്മത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവവും പെരുമാറ്റവും അവിടുത്തെ ചര്യയും ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒരിക്കലും തർക്കിക്കുമ്പോഴും ആളുകളുമായി സംസാരിക്കുമ്പോൾ ഒരാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചിട്ടില്ല. വാക്കുകൊണ്ട് ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മാർക്കറ്റിൽ ചെന്ന് ബൊബ്ബയിടുന്ന ഒരാളായിരുന്നില്ല. ബാഡ് വേർഡ്സ് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വായിൽ നിന്ന് വന്നിട്ടില്ല. മാത്രമല്ല ഒരാളെയും ഒരു ഹാദിമിനെ പോലും പഠിച്ചിട്ടില്ല. ഒരു പെണ്ണിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും ഇണകളുമായിക്കൊണ്ട് പല പ്രശ്നങ്ങളുണ്ടായിരുന്നു ജീവിതത്തിൽ, പല പ്രോബ്ലംസും നമുക്ക് കാണാൻ സാധിക്കും. ചരിത്രത്തിൽ ഇൻഷാ അല്ലാഹ് മറ്റു സന്ദർഭങ്ങളിൽ വിശദീകരിക്കാം. കുടുംബത്തിൽ തന്റെ ഫാമിലിയിൽ പല പ്രോബ്ലംസ് ഉണ്ടായിരുന്നിട്ട് പോലും ഒരാളെ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അവിടുത്തെ സ്വഭാവവും ക്ഷമയും എത്രത്തോളം അത് കീപ്പ് ചെയ്തിരുന്നു എന്നതാണ്. അപ്പൊ നമ്മൾ പഠിക്കേണ്ടതും അറിയേണ്ടതും ഫോളോ ചെയ്യേണ്ടതും ആ ചരിത്രങ്ങളാണ്, ജീവിതമാണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. അതോടൊപ്പം ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ അത് നമ്മൾ പാലിക്കാറുള്ളതാണ് എല്ലാ സന്ദർഭത്തിലും. ഹദീസിൽ കാണാം, സ്വഹീഹ് മുസ്ലിമിൽ, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഇദാ അകല തുആമൻ ലഇത അസാബിഉഹു സലാസ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിച്ചാൽ തന്റെ വിരലുകൾ 3 പ്രാവശ്യം ഇങ്ങനെ നക്കിയെടുക്കാറുണ്ട്, തുടക്കാറുണ്ട്. കൈവിരൽ ഇങ്ങനെ വായിലിട്ടിട്ട് ഭക്ഷണം കഴിച്ചാൽ അത് നക്കി തുടച്ചെടുക്കാറുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സഖത്തൽ ലുഖ്മതു അഹദികും, നിങ്ങളിൽ നിന്ന് ഫുഡിന്റെ ഏതെങ്കിലും ഒരു പീസ് താഴെ വീണാൽ ഫലാ യദഅഹാ ലിശൈത്താൻ ഫലിയഖുദ്ഹാ വലിയുംചി അൻഹൽ അദാ, നിങ്ങൾ എടുക്കണം, അതിലുള്ള ഡേർട്ടീസ് അത് ക്ലീൻ ആക്കിയിട്ട് ഫൽയഖുൽഹാ, അവനത് തിന്നട്ടെ. ഫഇന്നഹു ലാ യദ്രി ഫി അയ്യി തുആമികും വൽ ബറക, നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ ഫുഡിന്റെ ഏത് സൈഡിലാണ് ബർക്കത്ത്. സഹോദരങ്ങളെ, സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നതാണ്, എല്ലാ ആദാബുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വഅമറനാ നസ്ലുൽ ഖസ്ഹ, ഞങ്ങളുടെ പാത്രങ്ങൾ ക്ലീൻ ആക്കി എല്ലാം എത്രയാണോ തിന്നുന്നത് അത് വടിച്ചെടുത്ത് തിന്നാൻ വേണ്ടി പഠിപ്പിച്ചു. ഇത് പഠിക്കുകയും ഇത് പഠിപ്പിക്കുകയും ഇത് ഫോളോ ചെയ്യുകയും ചെയ്യേണ്ടവരാണ് നമ്മൾ ഏത് സന്ദർഭത്തിലായിരുന്നു. നിങ്ങൾ തിന്നോളൂ, കുടിച്ചോളൂ, ഇസ്ലാം കാണിക്കേണ്ടത് എത്രയാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയതിന് നിങ്ങൾ ശുക്റുള്ളവരായിരിക്കുക. അല്ലാഹുവിന്റെ ശിക്ഷയും അതല്ലെങ്കിൽ പരീക്ഷണവും വരാൻ സഹോദരങ്ങളെ കാരണമാവുന്നത് റബ്ബ് നൽകിയ നിഅമത്തുകളെ നമ്മൾ തട്ടിമാറ്റുമ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് വീട്ടിലാവട്ടെ, മക്കളോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഉമർ ബിൻ അബീ സലമ അബൂ സലമയുടെ മോനാണ്. അവർ മരിച്ചപ്പോ ഉമ്മു സലമയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിക്കാഹ് ചെയ്തത് ആ കിടാങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലാണ് വളർന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ പഠിപ്പിക്കുന്നു, യാ ഗുലാം സമ്മില്ല വകുൽ ബിയമീനിക വകുൽ മിമ്മാ യലീക, മോനെ ബിസ്മില്ല, നിന്റെ സൈഡിൽ നിന്ന് തിന്നണം, നിന്റെ സൈഡിൽ നിന്ന് തിന്നണം, റൈറ്റ് ഹാൻഡ് കൊണ്ട് തിന്നണം. അതൊക്കെ പഠിപ്പിക്കുകയാണ്. ലാ തഅകുലു ബിശിമാൽ, നിങ്ങൾ ഇടത്തെ കൈ കൊണ്ട് തിന്നരുത്. ഫഇന്ന ശൈത്താന യഅകുലു വയശ്റബു ബിശിമാലിഹി, ശൈത്താനാണ് ഇടത്തെ കൈ കൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യും. ഇങ്ങനെ എല്ലാ ആദാബുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നമ്മൾ നമ്മുടെ കുടുംബത്തിലും വീട്ടിലും ഒക്കെ നമ്മുടെ മക്കളെയും ഇത് പഠിപ്പിക്കുക, നമ്മളും അത് ശ്രദ്ധിക്കുക. എല്ലാ നിലക്കും ഇസ്ലാമികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിക്കാനും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈമാനോടുകൂടി ജീവിക്കുന്ന ഒരു കുടുംബജീവിതം നയിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ഇണകളിലും മക്കളിലും കുടുംബത്തിലുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തും ബറക്കത്തും നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് വിട പറഞ്ഞ മാതാപിതാക്കൾക്ക് അവരുടെ ഖബറുകൾ വിശാലമാക്കി കൊടുക്കുകയും ജീവിച്ചിരിക്കുന്നവർക്ക് സിഹ്ഹത്തും ആഫിയത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا توفنا مسلمين والحقنا بالصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. قوموا إلى صلاتكم.